The news in detail. India's top secret documents have been recovered from the debris of a private aircraft which crashed over the Himalayas. Official report says that these documents were to be handed over to the neighboring enemy country. It is learned that the aircraft is owned by Mr. Prince, a businessman and an associate of top brass in our country. Government has ordered a high-level inquiry about the incident. The recovery operations at 18,000 feet above the sea level had been carried out by Mr. Gautam Krishna, Chief Instructor of Kanchenjunga Mountaineering Institute, as per the instructions of the officials. ചാണക്യനല്ല, മാക്ബില്ലി എന്ന് അഹങ്കരിച്ചവനാണ് നീ. എവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്? കാലിടണമെന്ന് തോന്നുന്നിടത്ത് കാലെടുത്ത് വെച്ച് അടിത്തറ ഇളക്കിയത് നീയാണ്. നീ ഒരുത്തൻ. जनाब, समझ लो काम हो गया. उनका खून बहाने के लिए कितना दिन चाहिए? उसको और उसकी बहन को शांत करने के लिए सिर्फ एक गोली की जरूरत है. Do it, Prince. No, ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. യെസ്, നായർ ഹിയർ. ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായി. സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെ, അവൻ നമ്മളെ ചതിച്ചു. മിസ്റ്റർ നായർ, തെളിവുകളൊന്നും തന്നെ ഉണ്ടാവരുത്. ഞാൻ ആ മോൺസ്റ്റർ മറക്കുകയാണ്. സ്റ്റീഫൻ, ഉബൈദുള്ള തന്ന കോടികൾ ഉടനെ ബാങ്കോക്കിൽ തിരിച്ചേൽപ്പിക്കണം. പ്രിൻസിന്റെ ഈ ഇടർച്ച കാശ്മീരിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ടാവും, അല്ലേ? ഡൽഹി ആകെ അലർട്ടായിരിക്കുകയാണ്. തൽക്കാലം എവിടെങ്കിലും വിളിക്കണം. എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് കടക്കണം. സമയം കളയരുത്. ഇതാ നിന്റെ ഗുണ്ടാ പട്ടാളത്തിന്റെ ഫീൽഡ് മാർഷൽ. ചെങ്കോലും കിരീടവും നഷ്ടപ്പെട്ട് നാണം കെട്ട് ഒളിച്ചോടുന്ന ഡൽഹിയിലെ കിങ് മേക്കറെ എന്റെ കുട്ടികൾ കൺകുളിർക്കെ ഒന്ന് കാണട്ടെ. ഇറങ്ങി വരണം ഫ്രണ്ട്സ്. ഗൗതം അല്ലടാ, ഗൗതം സാബ്. കണിയാപുരത്തിരിക്കുന്ന നിന്റെ തന്ത പോലും എന്നെ അങ്ങനെ വിളിക്കൂ. നീയൊക്കെ എന്ത് വിചാരിച്ചടാ? 4 ഗുണ്ടകളെയും ഒരു ഇറ്റാലിയൻ പിസ്റ്റലിന്റെ കുഴലും കണ്ടാൽ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുഴുവൻ നിന്റെയൊക്കെ കാൽ ചുവട്ടിൽ വീണ് നമിക്കുമെന്നോ? ഗൗതം സാബ്, ജീവിതത്തിൽ ആദ്യമായി ജയിക്കുമ്പോ ഒന്നാഘോഷിക്കുന്നതൊക്കെ നല്ലതാണ്. വിക്ടറി സ്റ്റാൻഡിൽ കയറി നിൽക്കുമ്പോ ഒന്ന് പുലമ്പിപ്പോയി. സാരയില്ല, അന്നേരം ഏത് പപ്പറ്റിനും തോന്നും ഒന്ന് പുലമ്പാൻ. പുലമ്പുകയല്ല, കൊല വിളിക്കും. വിക്ടറി സ്റ്റാൻഡിന്റെ മുകളിൽ കയറി നിന്നല്ല, നിന്റെയൊക്കെ നെഞ്ചത്ത് കയറി നിന്ന് ഞാൻ കൊല വിളിക്കും. നടുറോട്ടി തടഞ്ഞു നിർത്തി റൗഡിസം കാണിക്കുന്നോടാ. അതെ, റൗഡിസം തന്നെ. റൗഡികളോട് റൗഡിസം കാണിക്കാൻ എനിക്ക് 2 വട്ടം ആലോചിക്കണ്ട. ദാ നോക്ക്, പാറയിൽ അള്ളിപ്പിടിക്കുന്ന കയ്യ. മസൂറി ഭാഷയിൽ എന്നോട് പെരുമാറിയാൽ നടുറോട്ടിൽ വെച്ച് നാണം കെടുത്തിയ സ്ഥിതിക്ക് നിന്റെ ശരീരം മാത്രമല്ല മനസ്സ് ഞാൻ പൊള്ളിക്കും. അത് ഇതുപോലെ നടുറോട്ടിലെ നടുക്കങ്ങൾ കൊണ്ടായിരിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ശവങ്ങൾ കണി കാണുന്ന ദിവസങ്ങളായിരിക്കും ഇനി നിന്റെ. പ്രിൻസിന് ഒരു വാക്കേ ഉള്ളൂ, ഒരൊറ്റ വാക്ക്. You are under arrest. No. What for? I'm sorry, sir. It's a court warrant. Bring him. സർ, എന്താണ് ഈ മെമ്മോയുടെ അർത്ഥം?
ഐ ഹാവ് നോട്ട്. എനിക്ക് നിങ്ങളുടെ വിശദീകരണം വേണ്ട. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോയതാണ് വിത്തൗട്ട് മൈ പെർമിഷൻ. പെർമിഷന് വേണ്ടി അന്വേഷിച്ചപ്പോ ഈ പറഞ്ഞ ആള് മുടി വെട്ടിക്കാനും ഷേവ് ചെയ്യാനും അങ്ങ് ഡൽഹിയിലായിരുന്നു. അവിടെ വിളിച്ചപ്പോ ടാജിലായിരുന്നു ആവി പിടിക്കാൻ, ചുണ്ട് മിനുക്കാൻ ലേ മെറിഡിയനിൽ. സോറി, പെർമിഷന് വേണ്ടി കാത്തു നിൽക്കാൻ എനിക്ക് സൗകര്യമില്ല. താൻ ചെയ്ത വലിയ കാര്യമൊന്നുമല്ല. ചുളിവിന് കിട്ടിയ ചാൻസിൽ 4 കോളത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ചു വന്നു. അത് തന്നെ. മുഖത്ത് അച്ചടി മഷി പരത്താൻ മൗണ്ടൻ മൗത്തിൽ കയറി അഭ്യാസം കാണിക്കേണ്ട ഗതികേട് വന്നിട്ടില്ല ഗൗതത്തിന്. സർ, പെങ്ങളെ കെട്ടിക്കാനോ തിന്ന ചോറ് എല്ലിനിടയിൽ കയറിയിട്ടോ അല്ല, കൂട്ടത്തിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്തത്. തന്നെ പ്രിൻസ് വെറുതെ ഇവിടെ ഒന്നും കരുതണ്ട. പ്രിൻസ് അല്ല, ഇനി കിങ് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല മാഡം. സർ, ജീവൻ പണയം വെച്ച് ചെയ്ത ജോലിക്ക് മെഡൽ എടുത്ത് നെഞ്ചത്ത് കുത്തിത്തരുവൊന്നും വേണ്ട. പക്ഷെ ഇവരുടെ വാക്ക് കേട്ട് തള്ളി പറയാതിരുന്നാ മതി. എവിടുന്ന് കിട്ടി തനിക്ക് ഈ സൈനിക രഹസ്യങ്ങൾ? അറിയില്ല. ആര് ചോർത്തി തന്നു ഇതൊക്കെ? എനിക്കറിയില്ല. സത്യം പറയടാ, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. ദാറ്റ് വാസ് നോട്ട് മൈ ഫ്ലൈറ്റ്. എന്റെ ഫ്ലൈറ്റ് അല്ല അത്. എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. ഗൗതം കൃഷ്ണ പറഞ്ഞല്ല സത്യങ്ങളല്ലേ? നോൺസെൻസ്. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾക്ക് എന്റെ മനസ്സിൽ നിന്ന് ഒന്നും കിട്ടില്ല. ഒന്നും അറിയാനും പോകുന്നില്ല. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? അറസ്റ്റുകൾ ഏത് നിമിഷവും നടക്കാം. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫയലുകൾ ലീക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഇനി നിങ്ങൾ ഓരോരുത്തരെയും ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന് സംശയമുണ്ട്. അനാവശ്യമായിട്ടുള്ള ഈ ടെൻഷൻ എനിക്ക് താങ്ങാൻ വയ്യ. ഞാൻ ലോങ് ലീവ് എടുത്ത് വീട്ടിൽ പോകാൻ പോവുക. ഗൗതം, യു ഹാവ് ടു ബി കെയർഫുൾ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഡൽഹിക്ക് ഒരു കുഴപ്പമുണ്ട്, അറിയാലോ. ഒരു ഫിഗറിനെയും അവൾക്ക് അധികകാലം ലാളിച്ച് ശീലമില്ല. ഡൽഹിയിലെ ഒരു കിങ് മേക്കർക്കും എന്നെ എഴുതി തള്ളാനാവില്ല. പുറത്തു നിന്നിരുന്ന അതേ പ്രിൻസ് തന്നെയാണ് ഇപ്പോഴും ഞാൻ. ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അവനെ ഞങ്ങൾ എന്ത് ചെയ്യണം? കൊല്ലണം. ഇനി അവന് വെച്ച് വാഴിക്കരുത്. ഇഞ്ചിഞ്ചായി കൊല്ലണം. അവനെ മാത്രമല്ല, അവന്റേതായി മഞ്ഞുള്ള എല്ലാറ്റിനെയും. നായരെ, ഈ താഴ്വരയിലെ പൈൻ മൊട്ടുകൾ വരെ ഞെടുങ്ങണം. ഞങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അത് ചെയ്യും, ചെയ്തിരിക്കും. ഈ ചോരയിൽ സ്റ്റീഫനും ചൗധരിക്കും നായർക്കുമൊക്കെ പങ്കുവേണം. പുതിയ പിലാത്തോസുമാർക്ക് നാളെ ഒരു സ്വർണത്താലം കൈകഴുകാൻ കിട്ടിയാൽ CBIയും അതിലൊരു കക്ഷി. പ്രിൻസിന്റെ ചോരയും കൂടി ഒഴിച്ചു തന്നാൽ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ മാത്രമല്ല എന്തും തുടച്ചിടും. പ്രിൻസ് ഈ ജയിലറയിലെ ഇരുട്ടിൽ നിന്നും പുറത്തു പോകുന്ന അതേ ദിവസം ഗൗതം കൃഷ്ണ തിരിച്ച് ഈ ഇരുട്ടറയിൽ വന്നിരിക്കണം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു കളങ്കം വരരുത്. ഇതെന്റെ റിക്വസ്റ്റാണ്. പത്രക്കാരും പോലീസുകാരും ഒന്നും അറിയരുത്. അവളെ ഡിസ്മിസ് ചെയ്യാനുള്ള എല്ലാ പേപ്പേഴ്സും പോയി കഴിഞ്ഞു. പേപ്പറുകൾ ഡയറക്ടർ സാർ പറയുന്നതൊക്കെ ശരിയാ. സംഭവം പുറത്തായാൽ സാറ് മാത്രമല്ല നമ്മളൊക്കെ സൊസൈറ്റിയുടെ മുമ്പിൽ നാറും. പക്ഷെ 10 അടി കൊണ്ടാ അവര് പോയിരിക്കുന്നത്. തിരിച്ചു വന്ന് കൊത്തില്ലെന്ന് എന്താ ഉറപ്പ്? സാർ അവരെ സൂക്ഷിക്കണം. ഗൗതത്തിന്റെ സാബല്ലടോ ഞാൻ. ആ ധൈര്യമെങ്കിലും എനിക്ക് വേണ്ടേ? അവൾ നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഗൗതം സൂക്ഷിക്കേണ്ടത് ശീലയല്ല. മനസ്സിലായി സാറേ. ഗൗതം എന്ന പേര് കേട്ടാൽ ഡൽഹിയിലെ വിളക്കുകാലുകൾ പോലും വിറയ്ക്കും. പിന്നെ അല്ലേ പ്രിൻസ്? അടുത്ത ആഴ്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അടയ്ക്കും. ഈ വെക്കേഷന് നീ എവിടേക്കാ? ഓരോ വെക്കേഷൻ ഓരോ സ്ഥലം. പക്ഷെ ഇപ്രാവശ്യത്തെ ടൂറിന് ഒരു ഉദ്ദേശമുണ്ട്. ബോംബേക്കാ? ആ, സിന്ധുവിന്റെ വീട്ടിൽ പോകണം. അവളുടെ വീട്ടുകാരോട് നേരിട്ട് അവളെ ചോദിക്കും. എന്റെ കല്യാണം ഞാൻ തന്നെ നടത്തണ്ടേ? വേറെ ആരാ എനിക്കുള്ളത്? ഞാനില്ലേ നിനക്ക്? ആരുമില്ലെന്നുള്ള തോന്നലൊക്കെ കളയണം. ആ, സാബിന്റെ കല്യാണത്തിൽ വരുമ്പോ സിന്ധു എന്റെ ഒപ്പം ഉണ്ടാവും. ആയിക്കോട്ടെ. അത് വിൻസെന്റ് സാബിന് വേണ്ടിയല്ലേ? എന്താ? മിസ്റ്റർ വിൻസെന്റ് പെരേര മിസ്സിംഗ് ആണെന്നൊരു അനോണിമസ് കോൾ വന്നു. അന്വേഷിച്ചപ്പോ അങ്ങേരെ വാൻ ഇവിടെ കിടക്കുന്നു. കിടപ്പിന്റെ മട്ട് കണ്ടിട്ട് തോമസ്, 2 ദിവസത്തിനകം സാബിങ് വരും. സാബിന്റെ സ്വഭാവം അങ്ങനെയാ. നോക്കി നിൽക്കാൻ മലമുകളിലേക്ക് കയറിപ്പോവും. പുതിയൊരു റൂട്ടും കണ്ടുപിടിച്ചോണ്ട് തിരിച്ചു വരും. Any information about Mr. Pereira? no sir, we will have to find out.
അയാൾ ട്രക്കിങ്ങിനോ മറ്റോ പോയതാണെന്ന് സംശയമുണ്ട്. जनाब, मैंने सारे रास्ते बंद कर दिए। अब हमें सिर्फ उसे घेर कर पकड़ना है और उन लोगों को किसी बात का जरा भी शक नहीं हो रहा है। उसे पकड़ने में हमें पलक चबकने का समय भी नहीं लगेगा। बी केयरफुल, हमारा प्लान फेल नहीं होना चाहिए। और जनाब, आप बिल्कुल फिक्र मत करो। നാട് മുഴുവൻ കൈയടിച്ചപ്പോൾ 4 കോളത്തിൽ ബ്രൂട്ടസിന്റെ ഒരു കെണി. മോളിത് കണ്ട് സന്തോഷിക്കണ്ട. ചിരിച്ചു ചതിക്കുന്ന മഹാന്മാരാണ് മഹാനഗരത്തിൽ മുഴുവൻ. പ്രിൻസ് പുളയുകയായിരിക്കും അവനൊക്കെ ഇപ്പോൾ. അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങൂ. ചെല്ലേ. കല്യാണത്തിന് വരില്ലേ? ഞാൻ വരും എന്റെ ചേട്ടന്റെ ശാദിക്ക്. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു മിസ് അമലേന്ദു ഫോർ വിന്നിംഗ് The Himalayan car rally? അല്ല, എന്റെ സ്റ്റീൽ ബ്രദറിന്റെ മനസ്സ് കീഴടക്കിയന്. ഞാനിപ്പോ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവാഹങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും. എന്താ ചാർലി? സൽമാൻ സബ് പ്ലീസ്. പറയണ്ടല്ലേ? എവരിബഡി, സൽമാനും സിന്ധുവും തമ്മിൽ ഒന്നുമില്ല. यस। ओ माफ करना जनाब, हमें इस गड्डी को सर्च करना है। What for? No, Charlie. Go ahead, sir. इस कोट को पहचानते हो? No. तो मैं बताता हूँ। ये विंसेंट परेरा का कोट है। नाले में उनकी डेड बॉडी मिली है। हमारे पास सबूत है कि विंसेंट परेरा का खून तुमने किया है। What nonsense are you talking? ओए, ये नॉनसेंस नहीं है। तुमको डायरेक्टर बनने का इतना शौक है कि तुमने उसका खून कर दिया। ये तुम लोगों की साजिश है। ओ मैडम, तुमको जो कुछ कहना है कोर्ट में जाकर कहना। देखिए, गंगा, please. Salman, no. खून करके भागने की कोशिश करता है। हम उतने डरपोक नहीं हैं, Charlie. I said no. हे कांस्टेबल, हथकड़ी लेकर आओ। You may arrest me, मगर एक बात याद रखना, इसके पीछे जिसका हाथ है उसे मैं नहीं छोड़ूंगा. Now take me. നിങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിലല്ലേ? അതെ, അത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അടുത്തതെന്താണെന്നറിയണ്ടേ?